കൊണ്ട് സംബന്ധിക്കുവാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പൊ കുഞ്ഞു ശല്യം ഉണ്ടാക്കുന്ന സഭായോഗത്തിൽ വരാതിരിക്കുന്ന ഒത്തിരി പേരെ ഞങ്ങൾക്കറിയാം, ശുശ്രൂഷമാണെന്നറിയാം. പക്ഷെ ക്രമേണ വരുന്നതെന്നറിയാമോ, ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അപ്രകാരം സഭായോഗങ്ങളെ മുടക്കുവാനുള്ള ടെൻഡൻസി ഉള്ള കുഞ്ഞുങ്ങളായി അവർ വളർന്നു വരും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കൂട്ടായ്മകളിൽ പങ്കെടുക്കുകയും ആ കുഞ്ഞുങ്ങൾ യഥാർത്ഥ കൂട്ടായ്മകളിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. ഇനി ഇവിടെ അവിടെ കുഞ്ഞു പ്രായമായി വരുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ പഥ്യോപദേശത്തിൽ വളർത്തണം. മാതാപിതാക്കൾ കൊടുത്തിരിക്കുന്നത് ബാക്കി ഒന്നും വായിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. പഥ്യോപദേശം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഉപദേശങ്ങളുണ്ട് ദൈവത്തിൽ. ഒന്ന് പഥ്യോപദേശം, മറ്റൊന്ന് ധർമ്മോപദേശം. അപ്പൊ ഈ പഥ്യോപദേശം എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഉപദേശങ്ങളാണ്, അപ്പോസ്തലിക ഉപദേശങ്ങൾ. എന്താണ് അപ്പോസ്തലിക ഉപദേശം? അപ്പോസ്തലിക ഉപദേശങ്ങൾ എവിടെ കിട്ടുക? ധർമ്മോപദേശം എന്ന് പറഞ്ഞാൽ മോറൽ ടീച്ചിങ്സ്. അനീഷ് കാവാലത്തിന്റെ പ്രസംഗം നിങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ടു. അദ്ദേഹം ഒരു മോറൽ ടീച്ചറാണ്. അദ്ദേഹം പഥ്യോപദേശം പ്രസംഗിക്കാറില്ല, മോറൽ ടീച്ചിങ്സ് ആണ്. അങ്ങനെയുള്ളവരെ ദൈവസഭയ്ക്ക് വേണം. അദ്ദേഹം പഥ്യോപദേശം പ്രസംഗിക്കാറില്ല. എന്നാൽ സാജു സാറിനെ കൊണ്ടുള്ളവര് പഥ്യോപദേശം പ്രസംഗിക്കുന്നില്ല, അവർ മോറൽ ടീച്ചേഴ്സ് അല്ല. ഇത് രണ്ടും നമുക്ക് ദൈവസഭയ്ക്കകത്ത് ആവശ്യമാണ്. അപ്പൊ ഇത് മോറൽ ടീച്ചിങ് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്, പക്ഷെ പഥ്യോപദേശം പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. പഥ്യോപദേശം ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്, പക്ഷെ മോറൽ ടീച്ചിങ് പറയുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. മോറൽ ടീച്ചിങ് പറയുമ്പോൾ എന്താ പറയുന്നത്? യോഗ്യമായ വസ്ത്രം ധരിക്കുക. കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലേ, നിങ്ങൾ മുഖപ്പര കൺവെൻഷൻ ശ്രദ്ധിച്ചവരുണ്ട്? ഒത്തിരി പേര് ശ്രദ്ധിച്ചു. അതിന് ഫേസ്ബുക്കിൽ ഒത്തിരി കമന്റ് വരുന്നുണ്ട്, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ അത് ആ കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യണം, ഇതിനകത്ത് പറയണം. പാട്ട് പാടാൻ സ്റ്റേജ് നിൽക്കുമ്പോൾ എങ്ങനെ സ്റ്റേജ് നിൽക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, ഈ കാര്യമൊക്കെ എന്താണ്, ഏത് ഉപദേശത്തിൽപ്പെട്ടതാണ്? മോറൽ ടീച്ചിങ് അല്ലെങ്കിൽ ധർമ്മോപദേശത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അഥവാ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട ശരിയായ പഠിപ്പിക്കൽ. ഇത് രണ്ടും ഇതിനകത്തുണ്ട്. കുഞ്ഞുങ്ങളെ കൊണ്ട് പറയുമ്പോൾ പഥ്യോപദേശത്തിലും ബാലശിക്ഷയിലും ശിക്ഷിച്ച് വളർത്തേണ്ടത് മാതാപിതാക്കൾ ആവശ്യമാണ്. പഥ്യോപദേശമാണ് ആദ്യം പഠിപ്പിക്കുന്നത്. പഥ്യോപദേശം പഠിപ്പിക്കാൻ എന്താണ്? ഓട്ടോമാറ്റിക്കലി അവർ ധർമ്മോപദേശത്തിലേക്ക് വന്നു. അവരെ നമ്മൾ ധർമ്മോപദേശം ആദ്യം പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ കാരണം എന്താ അറിയാമോ, അവർ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളൂ. പഥ്യോപദേശത്തിൽ പറയുന്നു, ഔവണ്ണം തന്നെ സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടെ എന്ത് ചെയ്യണം, ജീവിക്കണം. അപ്പൊ ഇത് പഥ്യോപദേശമുള്ള കാര്യമാണ്. ആ പഥ്യോപദേശം പഠിച്ച ഒരു വ്യക്തി എന്ത് ചെയ്യുള്ളൂ, യോഗ്യമായ വസ്ത്രം ധരിച്ചോളൂ. പറ്റാത്തവർക്ക് ഒന്നും കൂടെ പറഞ്ഞു കൊടുക്കണം മാത്രമേ. അല്ലാതെ പഥ്യോപദേശമില്ലാതെ ധർമ്മോപദേശം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വർക്കൗട്ട് ആകത്തില്ല. ഈ പഥ്യോപദേശത്തിൽ നിന്നാണ് ധർമ്മോപദേശം ഉടലെടുക്കേണ്ടത്. ആ കാര്യം ഞാൻ കൂടെ ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പം ശിശുക്കളെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ നമ്മൾ സമ്മതിക്കണം, വിലക്കരുത്, വിലക്കാൻ പാടില്ല. കുഞ്ഞുങ്ങൾ കർത്താവിന്റെ അടുത്ത് വരുവാൻ തക്കവണ്ണം നമ്മൾ അവരെ എന്ത് ചെയ്യണം, വിടണം. നിങ്ങൾക്കൊരു കാര്യം ഞാൻ ഈ പ്രാവശ്യം ഒന്ന് തിരുത്തി പറയാം. നമ്മുടെ മാതാപിതാക്കളൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ചില മാതാപിതാക്കൾ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങൾക്ക് അസുഖം ഉണ്ടാകുകയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുകയോ ചെയ്യും. പെട്ടെന്ന് മാതാവോ അല്ലെങ്കിൽ പിതാവോ ദിവസം നേർച്ച തരും. എന്താ നേർച്ച? ഞാനിവിടെ അല്ലെങ്കിൽ ഇവിടെ ദൈവവേലയ്ക്ക് വിട്ടേക്കാം. എന്നാൽ പല കുഞ്ഞുങ്ങളും വളർന്നു വരുമ്പോൾ എന്ത് ചെയ്യത്തില്ല, അങ്ങനെ പോകത്തില്ല. അവരെന്ത് ചെയ്യും? അവർ നേരെ തിരിച്ചായിരിക്കും പോകുന്നത്. പക്ഷെ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു വിഷയം കൊണ്ട് നമ്മൾ അങ്ങനെ തീരുമാനം എടുക്കേണ്ടതായിട്ട് ദൈവത്തിന്റെ അടിസ്ഥാനം നമുക്ക് ഇതില്ല, വ്യവസ്ഥയില്ല. എന്നാൽ അങ്ങനെ ദൈവത്തിന് ഒരുവരെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യും? അവനെ വിളിക്കും, വേർതിരിക്കും. രണ്ട്, അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുത്തെന്ന് വിചാരിച്ചു, അത് തെറ്റൊന്നുമല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവസഭയിൽ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ അവരെ വളർന്ന് പ്രായമാകുമ്പോൾ അവരെ എന്ത് ചെയ്യണം? പറഞ്ഞ് മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. നിന്നെ കുറിച്ച് പെൺകുഞ്ഞിനെ കുറിച്ച് ആൺകുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ ദൈവസഭയിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞേക്കാം, ദൈവഹിതമാണെങ്കിൽ അല്ലെങ്കിൽ ദൈവം അനുവദിക്കുന്നെങ്കിൽ നീ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള സുവിശേഷീകരണ പ്രവർത്തനം ദൈവവേലയ്ക്ക് വേണ്ടി വേർതിരിയപ്പെട്ട വ്യക്തിയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അവിടെ കൊണ്ട് വിട്ടേക്ക്. എന്നും നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കാം. കർത്താവിന് അവനെ അല്ലെങ്കിൽ അവിടെ ആവശ്യമുള്ള എന്ത് ചെയ്യും? ദൈവത്തിന്റെ സമയത്ത് വിളിക്കും, വേർതിരിക്കും, ദൈവം അവരെ ഉപയോഗിക്കും. പക്ഷെ പലരും ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് തീരുമാനിക്കുന്നത് കൊണ്ട് കുറെ കഴിയുമ്പോൾ
അവരെ നിർബന്ധിച്ച് ബൈബിൾ കോളേജ് വിടും. ബൈബിൾ കോളേജ് ഈ കാലത്ത് ബൈബിൾ കോളേജ് നിങ്ങൾ വിട്ടു കഴിഞ്ഞാൽ അവരെ നേരെ നിരീശ്വരവാദികളായിട്ട് മാറ്റും. അത് ഈ കാര്യമൊക്കെ മനസ്സിലായിട്ട് പറയും. ഇനി പറയും രഹസ്യമായിട്ട് വരയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കാലഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞു. കാരണം ഇന്ന് ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന, ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, പഠിക്കുന്ന വേറെ ആൾക്കാരൊക്കെ നമ്മുടെ മതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. അപ്പൊ പത്യോപദേശത്തിൽ വളർത്തുവാൻ ഉത്തരവാദിത്തം ആർക്കുള്ളത്? മാതാപിതാക്കൾക്കാണ്. നിങ്ങൾ പത്യോപദേശത്തിന്റെ കുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? പത്യോപദേശം അറിഞ്ഞിരിക്കണം. ആ പത്യോപദേശം എവിടെ കിട്ടുന്നത്? ദൈവസഭയിൽ നിന്നാണ് ആ ഉപദേശം ഒന്നാമത് ലഭിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള വചനത്തിൽ നിന്നാണ് നമുക്ക് ഈ പത്യോപദേശം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ വചനം നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യും. ഞായറാഴ്ച 2 മണിക്കൂർ നമുക്ക് സഹായത്തിൽ കിട്ടുമ്പോൾ ഈ 2 മണിക്കൂറും നമ്മൾ പത്യോപദേശം എന്ത് ചെയ്യത്തില്ല, പഠിക്കത്തില്ല. അതിനുള്ള സമയം നമുക്ക് ലഭിക്കത്തില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഈ പത്യോപദേശം നമ്മൾ ദൈവവചനത്തിൽ മനസ്സിലാക്കണം. സംശയമുള്ളത് അപ്പോസ്തലന്മാരോട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഉപദേശകന്മാരോട് എന്ത് ചെയ്യണം, ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. പഴയ നിയമകാലത്ത് ഒരു വീട്ടിലെ പുരോഹിതൻ അവിടുത്തെ പിതാവാണ്. വീട്ടിലെ പുരോഹിതൻ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നത് അവിടുത്തെ പിതാവാണ്. നമ്മള് ബൈബിളിലുടനീളം പലരും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ആ പുരോഹിതൻ ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷയുടെ അതിന്റെ ബാക്കി പത്രമായിട്ടാണ് പിന്നീട് അവരെന്ത് ചെയ്യുന്നത്, ആ ബന്ധത്തിലേക്ക് വരുന്നത്. അപ്പൊ കുടുംബത്തിനകത്തെ ആത്മീയ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഒരു പിതാവാണ്. ആ പിതാവില്ലാത്ത സ്ഥാനത്ത് ആ മാതാവ് എന്ത് ചെയ്യണം, അതിന് നേതൃത്വം കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ തലമുറകൾ ദൈവനാമത്തിൽ ഉപയോഗപ്പെടുകയും പ്രയോജനപ്പെടുന്നതുമായിട്ട് മാറ്റപ്പെടുത്തുള്ളൂ. ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പത്യോപദേശത്തിലും എങ്ങനെ വളർത്തണം, ബാലശിക്ഷയിലും നമ്മൾ എന്ത് ചെയ്യണം, കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരണം. അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ വളർത്തിക്കൊണ്ട് വന്നാൽ വചനം പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം, അവൻ വൃദ്ധനായാലും അവൻ അത് വിട്ടുമാറില്ല. അപ്പൊ എന്തുകൊണ്ടാണ് വൃദ്ധനായാലും വിട്ടുമാറാതിരിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ബാല്യത്തിൽ അവൻ ഉള്ളിലേക്ക് കടക്കുന്ന ദൈവത്തിന്റെ വചനവും പ്രമാണവും അവരെ എന്ത് ചെയ്യും? നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതകൾക്ക്. അവരെ ബാംഗ്ലൂരിൽ നേഴ്സിംഗിന് വിട്ടാലും ബാംഗ്ലൂരിൽ കമ്പ്യൂട്ടർ പഠിക്കാൻ വിട്ടാലും എന്ത് ചെയ്തില്ല, അവർ തെറ്റിപ്പോകത്തിൽ നിർത്തും. ഞാൻ എന്തുകൊണ്ടാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാം, അറിയാവുന്നവർക്കറിയാം. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ എവിടെ കൊണ്ട് വിട്ടാലും അവരെന്ത് ചെയ്യും? അവര് ആ കൃപയിൽ നിൽക്കും. ആ കൃപയിൽ നിൽക്കണമെങ്കിൽ എന്തായിരിക്കും നമ്മൾ? ആ ഉപദേശം അവർ ഉള്ളിൽ ഇൻജെക്ട് ചെയ്യും. എന്നാൽ നമ്മളെ ഈ ഉപദേശത്തിൽ നിന്ന് വലിച്ചുകൊണ്ട് പോകുന്നു ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സഭകളിൽ കൂട്ടായ്മകളിൽ കാണാറുണ്ട്. ഞാൻ പലപ്പോഴും നമ്മുടെ കൂട്ടായ്മകളിൽ തന്നെ പല കൂട്ടായ്മകളിൽ ചെന്ന് ഞാൻ വല്ലാതെ നിരാശപ്പെട്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നുണ്ട്. അത് ശുശ്രൂഷ പോലെ വ്യക്തിപരമായിട്ട് ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അവരെ പറയുമ്പോഴെല്ലാം ശരിയാ, പക്ഷെ പിന്നെ പറയും പാസ്റ്റർ ആള് കൂടുതലെങ്കിൽ അല്ലെങ്കിൽ പിള്ളേരെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇതൊക്കെ വേണം. ഏതാ? ഡാൻസും പാട്ടും ചാട്ടും ഓട്ടും കൂത്തും എല്ലാം വേണം. ഇതൊന്നും അങ്ങനെ പിള്ളേരെ പിടിച്ചു നിർത്തിയാൽ അവരുടെ ജഡത്തെ പിടിച്ചു നിർത്തുന്നു. അവരുടെ ആത്മാവുമായിട്ട് അതിന് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കത്തില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, എന്നാണ് പോരൂര് നമ്മുടെ സ്റ്റീവും മമ്മിയും പപ്പയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബിബിന്റെ കോളേജിൽ നിന്നുള്ള കുട്ടികളെല്ലാം കൂടെ അത് പോരൂര് പ്രോഗ്രാമിൽ വരുന്ന പറഞ്ഞപ്പോൾ ബിബി പറഞ്ഞ നമുക്ക് പോകാൻ ഞങ്ങളുടെ ടീച്ചേഴ്സും പ്രിൻസിപ്പലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വലിയ കാര്യത്തിൽ എന്ത് ചെയ്തു, ബൈബിളൊക്കെ പിടിച്ച് ഞങ്ങൾ അവിടെ ചെന്നു. തുടങ്ങി തന്നെ ഞാൻ വിചാരിച്ചത് സ്ഥലം മാറിപ്പോയി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇവരെല്ലാം ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഏറ്റവും പുറകിലിരുന്നു. സാറിന് കസര കൊടുത്തത് ഞങ്ങൾ ഇരുന്നു. കുറച്ച് ഞങ്ങളെ പോലെ കുറച്ച് പേര് കാണുന്നു. ഞാൻ നോക്കിയപ്പോൾ അവരെ കാണാനില്ല, അവർ ഇറങ്ങി സ്ഥലം വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പാട്ടൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവരുടെ ഡാൻസ് പരിപാടി. ഇവര് കൂട്ടം കൂടി ചുറ്റി നടക്കാൻ തമിഴ് പാട്ടുണ്ട്. ചുറ്റിലാരംഭിച്ചാൽ ഇവര് എല്ലാവരും കൂടെ ചുറ്റാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് സിസ്റ്റം വേറെയാണ്, കാരണം ആളുകൾ. അപ്പൊ ഞാൻ ഈ വിഷയത്തിൽ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ നമ്മുടെ മാധവാനുള്ള ഹോസ്പിറ്റലിൽ സെന്റ് ആൻഡ്രീസിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ജിജിയെ കാണിച്ചുകൊണ്ടിരുന്ന ഒരു ലേഡി ഡോക്ടറുണ്ട്, ഗൈനക്കോളജിസ്റ്റ്. അപ്പോൾ പുള്ളിക്കാരെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. ഞങ്ങൾ ദീർഘ വർഷങ്ങളായിട്ട് ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. പുള്ളിക്കാരുടെ ഹസ്ബൻഡും കുഞ്ഞൊക്കെ ബാംഗ്ലൂരുണ്ട്. പുള്ളിക്കാരി ഡിമോണി ചർച്ചിലാണ് പോകുന്നത്. അപ്പൊ അവിടെ ചെന്ന് ഞങ്ങളിങ്ങനെ ഞാൻ ആന്റിയോട് ചോദിച്ചു, ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചറെ അപ്പൊ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്താ ഇതിന്റെ സംഭവം യഥാർത്ഥത്തില്? അപ്പൊ പുള്ളിക്കാരി വളരെ പ്രയാസം പറഞ്ഞു, എന്റെ പാസ്റ്ററെ ഞാനും അത് ചിന്തിക്കാതിരുന്നില്ല. പിന്നെ പിള്ളേരില്ലേ
അതുങ്ങളെ ഒന്ന് ക്യാൻവാസ് ചെയ്ത് നമ്മൾ മുമ്പിൽ കൊണ്ടിരുത്തണമെങ്കിൽ ഈ ചൂണ്ട കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഇതുകൊണ്ട് ഈ ചൂണ്ടയിട്ട് നമ്മൾ പിടിച്ചാൽ അവരെത്രമാത്രം ആത്മീകത്തിൽ വളരും. അപ്പോൾ പുള്ളിക്കാരി അല്പനേരം നിശബ്ദ എന്ന് പറഞ്ഞു, എന്ത് ചെയ്യാം, ഒരു ദീർഘശ്വാസത്തിൽ ഇങ്ങനെ പറഞ്ഞു, എന്ത് ചെയ്യാം, നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പത്യോപദേശത്തിൽ വളർത്തുക, അഥവാ നമ്മൾ ഈ പത്യോപദേശത്തിൽ വളർത്തുക എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ ബാല്യത്തിലെ ഇവരെ ആ ഉപദേശത്തിൽ തന്നെ വളർത്തിക്കൊണ്ട് വന്നില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇവര് ഡൈവേർട്ടഡ് ആവും. നമ്മൾ സാധാരണ ഒരു പറച്ചിലുണ്ട്, നാടോടുമ്പോൾ എന്ത് ചെയ്യണം? നടുവേ ഓടണം നമ്മൾ സാധാരണ പറയാറുണ്ട്. അപ്പൊ നാടോടുമ്പോൾ നമ്മൾ നടുവേ ഓടിയാൽ, അല്ലെ ചേര തിന്നുന്ന നാട്ടിൽ ചേരയുടെ നടുമുറി തിന്നോന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് നമ്മളെ ദൈവസനയിൽ എത്തിക്കത്തില്ല. ഈ ലോകത്തിൽ നമ്മൾ എന്ത് ചെയ്യും? മാന്യരാക്കി പിടിച്ചെടുക്കും. ഞാൻ ഈ കാര്യം പറഞ്ഞതെന്ന് ചോദിച്ചാൽ, തലമുറകളെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും വളർത്തിക്കൊണ്ടിരുവാൻ തക്കവണ്ണം മാതാപിതാക്കൾക്കാണ് ദൗത്യമുള്ളത്. അഡ്രിൻ്റെ ഡെഡിക്കേഷന് വിശദമായി സംസാരിക്കാനൊന്നും സമയം കിട്ടിയില്ല. രാജീവ് ചെറിയ പാസ്റ്റർ മാന്യമായിട്ടുള്ള നിലയിൽ നല്ല രീതിയിൽ വൈദ്യശുശ്രൂഷ ഒരു പരിധി വരെ ചെയ്തു. അന്നത്തെ നമ്മുടെ ആ ഇടുങ്ങിയ സാഹചര്യത്തിൽ അത് നമുക്ക് സാധിക്കുന്നു. ഞാൻ ഈ കാര്യമൊന്നും ഒക്കെ പറയണം നമ്മൾ വിചാരിച്ചെങ്കിലും പറയാനായിട്ട് ഉള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനിത് പരസ്യമായിട്ട് പറയും. ഇപ്പോൾ ഷെറിയോടും സോണിക്കയോടും ഈ കാര്യം ഞാൻ പറയുകയാണ്, നിങ്ങൾ കുഞ്ഞിനെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും വളർത്തണം. നിങ്ങൾ അവർക്ക് എന്തായിരിക്കണം? മാതൃകയായിരിക്കണം. ശമൂലിനെ നമ്മൾ നോക്കിയാൽ മതി. ശമൂൽ വളർന്നു വന്നത് എവിടെയാണ്? ആദ്യത്തെ ചില മുലകുടി മാറുന്നവരെ വളർന്നത് എവിടെയാണ്? അവന്റെ അമ്മയുടെ കൂടെ. മോശ വളർന്നത് എവിടെയാണ്? അവരുടെ മാതാപിതാക്കളുടെ കൂടെ, അല്ലേ? കുറച്ചു കാലം. അതിനുശേഷം അവരെത്തിയത് എവിടെയാ? മോശ എത്തിയത് പ്രകാരത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ. ശമൂൽ എത്തിയത് എവിടെയാ? ആലയത്തിൽ. ആലയത്തിന്റെ ചുറ്റുപാട് എങ്ങനെയാ? പുരോഹിത മക്കളെ അങ്ങേയറ്റം പിഴച്ച മക്കളായിരുന്നു, പിഴപ്പെട്ട മക്കളായിരുന്നു. ആ പിഴപ്പെട്ട മക്കളുടെ ആ കാഴ്ചയിലായിരുന്നു ആര് വളർന്നു വന്നത്? ശമൂൽ വളർന്നു വന്നു. പക്ഷെ ശമൂൽ തെറ്റിപ്പോയോ? ഇല്ല. മോശ തെറ്റിപ്പോയോ? ഇല്ല. എന്തുകൊണ്ടാണ്? ആ പത്യോപദേശം അവർക്ക് ലഭിക്കേണ്ട ഉപദേശം എന്ത് ചെയ്തിരുന്നു? ബാല്യത്തിൽ തന്നെ ലഭിച്ചു. ഒരു കാര്യം കൂടി കടന്നു പറയാം. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത ആ കുഞ്ഞുങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. മാതാക്കളോട് ഞാൻ പറയാം, നിങ്ങൾ എന്താണ് കോപിച്ചുകൊണ്ടാണ് കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നതെങ്കിൽ കുഞ്ഞുങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്യും. നിങ്ങൾ സ്നേഹത്തോടും സൗമ്യതയോടും പ്രാർത്ഥനയോടുമാണെങ്കിൽ ആ മെന്റാലിറ്റി നിങ്ങളുടെ ഉള്ളിൽ, ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യും. ഈ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. സൈക്കോളജിക്കലി വളരെ ക്ലീൻ ആയിട്ട് തെളിയിക്കപ്പെട്ട കാര്യമാണ്. വിവാഹം കഴിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളോടും കൂടെ ഞാൻ പറയാം, നിങ്ങൾ ആ ഒരു മെന്റാലിറ്റി ഉള്ളിൽ ഡെവലപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിലയിൽ ആത്മീയമായി വളർത്തിക്കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. ഒരു കാര്യം കൂടെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയാം, അപ്പൂനോട് പറയാം. പരസ്യമായിട്ട് പറയണമെന്ന് ഞാൻ വിചാരിച്ചെന്നാലും പറയുന്നത് തെറ്റൊന്നുമില്ല. പാരൻസിൻ്റെയും നിങ്ങളുടെയൊക്കെ കേൾക്കണം. കഴിഞ്ഞ പ്രാവശ്യം യൂട്യൂബിൽ ഒരു അപ്ലോഡ് ചെയ്ത സമയത്ത് അപ്പു എന്ന് പറഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് ആരായിരുന്നു പറഞ്ഞത്? ഒത്തിരി പാട്ട് ചെയ്യുന്നതുകൊണ്ട് ഓർമ്മയുണ്ടാവില്ല. ജാക്സന്റെ കാര്യമാണ്, മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സൺ ഒന്നും ഇഷ്ടപ്പെടുന്നത് കേട്ടോ. കാരണം അത് ആ നിലയിൽ പോട്ടെ, നിന്നെ സംബന്ധിച്ചോളം ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ, താരതമ്യങ്ങൾ, നിന്റെ ഒരു പ്രൊഫഷൻ എന്ന നിലയിൽ ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ നമ്മൾ പറയുമ്പോൾ, കാരണം ഒത്തിരി ഫോളോവേഴ്സ് ഉള്ളൊരു വ്യക്തിയാണ് സ്റ്റീവൻ. 10,000-കണക്കിന്, എനിക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ സമപ്രായത്തിലുള്ള കുഞ്ഞുങ്ങളും ഓട്ടോമാറ്റിക്കലി എങ്ങോട്ട് പോകും? മൈക്കിൾ ജാക്സന്റെ ഒരു ഫാൻസിലേക്ക് പോകും. പക്ഷെ നമ്മൾ പറയുമ്പോഴെപ്പോഴും നമ്മുടെ നമ്മുടെ ലക്ഷ്യം വെക്കേണ്ടത് ആരെയാണ്? ക്രിസ്തുവിനെ. പ്രത്യേകിച്ച് സ്ഥാനപ്പെട്ടത് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ചു. ഞാൻ മറ്റൊരു രീതി പറയല്ല, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഓരോ വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ചെയ്താലും, തിന്നാലും കുടിച്ചാലും, എന്ത് ചെയ്താലും ദൈവനാമത്തിന്റെ മഹത്വമായിരിക്കും. ഇത് നമ്മൾ പാടിയ തിന്നാലും കുടിച്ചാലും ദൈവനാമത്തിന്റെ മഹത്വമാണെങ്കിൽ പാടിയാലും അത് എത്രയധികം ദൈവനാമത്തിന്റെ മഹത്വം. അപ്പം അതായിരിക്കണം നമ്മുടെ മെന്റാലിറ്റി. ആ കുഞ്ഞുങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താലേ പറ്റത്തുള്ളൂ. പറഞ്ഞു കൊടുക്കാൻ പറ്റാറില്ല. ദൈവസഭയിൽ അത് പറയണം, മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം. പ്രൊഫഷണലി നമുക്ക് പലരും ഉണ്ടായിരിക്കാം, ഓക്കെ നോ പ്രോബ്ലം. പക്ഷെ നമ്മുടെ എന്താ പറയാ, ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ റോൾ മോഡലായിട്ട് അങ്ങനെയുള്ളവരെ നമ്മൾ എടുക്കരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളോടും കൂടെ ആ കാര്യം ഒന്ന് ചേർത്ത് പറയാം. ഒരു ഡെഡിക്കേഷൻ സമയമായതുകൊണ്ട് ഈ കാര്യമൊക്കെ നമ്മളല്ലാതെ വേറെ ആരും പറയാനും പറ്റത്തില്ല. അപ്പോൾ ഈ കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കും. അപ്പോൾ നിങ്ങളോടുള്ള കാര്യത്തിൽ ഒന്ന് വ്യക്തമായി പറയും, ഒന്നുകൂടെ പത്യോപദേശത്തിൽ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരണം.
അപ്പോൾ പത്യോപദേശം അല്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് പഠിച്ചു വരുമ്പോൾ നമുക്ക് പഠിക്കാം. നമ്മുടെ മധ്യത്തിലുള്ള പത്യോപദേശം അല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യമൊക്കെ സമയം പോകുന്നുള്ള കാര്യം എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ടാണ് കാര്യങ്ങൾ പറയും. ഓക്കെ, ഇനി നമുക്ക് ദിവസത്തിലേക്ക് ഈ കുഞ്ഞുമായിട്ട് കടന്നു വരാം. വാഴ്ത്തുക നീ മനമേ വാക്യങ്ങൾ സമയത്തെ ചുരുക്കുമ്പോൾ നിമിത്തം ഞാൻ തന്നെ വായിക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവർ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തന്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകിയില്ല. ഇന്ന് നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദൈവദാനമായി നൽകി. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ സാധാരണ പറയുന്ന പോലെ തന്നെ ഒരു കുഞ്ഞിനെ നിങ്ങൾ ലഭിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. കർത്താവ് വരുവാൻ താമസിച്ചാൽ നിങ്ങൾക്ക് ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കണം. കാരണം ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയുകയാണ്. കാരണം ദൈവം പാപത്തിന് മുമ്പേ ഉണ്ടാക്കി കൊടുത്ത പ്രമാണത്തിൽ അവരോട് പറഞ്ഞിരിക്കുന്ന എന്താണ്? നിങ്ങൾ വർദ്ധിച്ചു പെരുകി പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ എന്ത് ചെയ്യണം? പെരുകണം, നിറഞ്ഞു വരണമെന്ന്. അപ്പം മുസ്ലിങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, 13% ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ കേരളത്തിൽ ഇന്ന് 33-35 വർഷം 40% അടുത്തെത്തി. അവർ വർദ്ധിച്ചു പെരുകി. ക്രിസ്ത്യൻസ് 22% ഉണ്ടായിരുന്നത് ഇപ്പോൾ 16% കുറഞ്ഞു. നേരെ ഓപ്പോസിറ്റിലാകരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി, മറ്റു രീതിയിൽ നിങ്ങൾ എടുക്കരുത്. നിങ്ങൾ ഒരു കുഞ്ഞ് മതി എന്നുള്ള തീരുമാനത്തിലേക്ക് നിങ്ങൾ പോകരുത്. ദൈവസഭയിൽ പ്രാർത്ഥിക്കുക, ദൈവസഭയിൽ പ്രാർത്ഥിച്ച് തീരുമാനമേ എടുക്കാവൂ. എന്തായാലും ഒരു കുഞ്ഞ് മാത്രം എന്നുള്ളത് ശരിയോട് സോണിയോടും ഞാൻ പറയാണ്, പിന്നെ ബെന്നിനോടും പ്രിൻസിയോടും കൂടെ പറയാണ്. നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന കുടുംബജീവിതത്തിൽ ദൈവം അന്ന് നിങ്ങളുടെ വിവാഹത്തിൽ പ്രസംഗിച്ചപ്പോൾ പ്രസംഗരെല്ലാം പറഞ്ഞിട്ടുണ്ട്, വംശവർദ്ധനവിന് വേണ്ടിയാണ്. ആ കാര്യത്തിൽ നിങ്ങൾ പ്രകൃതിയായുള്ള നോർമാലിറ്റി വിട്ട് മറ്റൊരു മെഷർ നിങ്ങളെടുത്ത് നിങ്ങളുടെ തലമുറകളെ നിങ്ങൾ തടയരുത്. ഈ കാര്യമൊക്കെ ഞാൻ പരസ്യമായി പറയുന്നത് ആർക്കും ലജ്ജിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അക്കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും ദൈവഹിതപ്രകാരമുള്ള തീരുമാനത്തിലേക്ക് നിങ്ങൾ പോകണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് ഈ കുഞ്ഞിനെ കുറിച്ച്, ഇവരെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗത്ത് നിന്ന് തിരിച്ചു വരാം. ഈ കോവിഡ് കാലത്താണ് പ്രിയ ജനിച്ച പ്രഗ്നന്റ് ആയതും ദിവസങ്ങൾ കഴിഞ്ഞതും പ്രസവം നടന്നതും നാട്ടിൽ പോയതും തിരിച്ചു വന്നതും ഇപ്പോൾ ഈ കുഞ്ഞുമായിട്ട് ദൈവസഭയിലേക്ക് വന്നിരിക്കുന്നത്. ഇതിന്റെ എല്ലാ മധ്യത്തിൽ, എല്ലാ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ കൃപയും കാവലും ഈ കുഞ്ഞുങ്ങളോട് കൂടിയിരുന്നു. ജനിച്ച നാട്ടിലേക്ക് പോയ സമയത്താണ് റിജോയ്ക്ക് കോവിഡ് ബാധിച്ചത്. ചില ദിവസങ്ങൾ അസ്വസ്ഥനായി താൻ ഭവനത്തിലായിരുന്നു. എന്നാൽ അതൊന്നും ബാധിക്കാതെ കൊണ്ടും ദൈവം തക്ക സമയത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു. ആ ദൈവിക നന്മകളെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം ചെയ്യുമ്പോൾ എല്ലാം എങ്ങനെ ചെയ്യുന്നു? നന്നായി ചെയ്യുന്നു. ഇത് നമ്മൾ ഓർക്കണം. ഇനിയിപ്പോൾ നെഗറ്റീവ് സൈഡിൽ നമ്മൾ ചിന്തിച്ചാൽ പോലും, നെഗറ്റീവായി വന്നാൽ പോലും അതും ദൈവം നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കും. നെഗറ്റീവായിട്ട് ദൈവം നമുക്കൊന്നും ചെയ്യത്തില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ കാര്യവാക്യം അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയാണ്? അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തന്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ. ഇത് പഴയ നിയമവുമായിട്ട് ബന്ധപ്പെട്ട വാക്യമാണ്, എനിക്കറിയാം, അറിഞ്ഞുകൊള്ളാതെയല്ല. പക്ഷെ അതിനെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആത്മീക സന്തതികളും ആത്മീകമായി വളർത്തിക്കൊണ്ടു വരുന്ന സന്തതികളെ കുറിച്ചുമാണ് അത് പറഞ്ഞിരിക്കുന്നത്.
എങ്കിൽ പോലും തലമുറകളെ സംബന്ധിച്ച് നാം ആ കാര്യത്തിൽ വളരെ ഉത്സാഹവും ബലവും ഉള്ളവരായിരിക്കണം. 127 സങ്കീർത്തനത്തിന്റെ 128 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അതേക്കുറിച്ച് പറയുമ്പോൾ നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയുമായിരിക്കും. ഇപ്പൊ ഇക്കാര്യമൊക്കെ ഒത്തിരി വിശദീകരിക്കാറുണ്ട്. ഈ സമയത്തിന് ചുരുക്കം അന്ന് ഞാൻ പോകുന്നില്ല. മക്കളെ സംബന്ധിച്ചുള്ള പറഞ്ഞ അവരെങ്ങനെയുള്ളവരാണ്? മക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുക, ഭാര്യയെ കുറിച്ച് എങ്ങനെ പറഞ്ഞിരിക്കുന്നു? ഹലോ സഹോദരന്മാരെ, ഭാര്യയെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി. മക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ. ഒലിവിനെ കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന അറിയാവുന്നവർ, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഒലിവ് ദൈവാലയത്തിൽ ദൈവികമായ വെളിച്ചം കൊടുക്കുന്നതിൽ അഥവാ വിളക്ക് കത്തിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഉള്ളത് ഒലിവിനാണ്. അപ്പൊ നമ്മുടെ മേശയ്ക്ക് ചുറ്റും അഥവാ നമ്മുടെ ഇരിപ്പിടത്തിന് ചുറ്റും, നമ്മുടെ വിശ്രമ സ്ഥലത്ത്, നമ്മുടെ ഭവനത്തിനകത്ത് തലമുറകൾ എങ്ങനെയുള്ളവരായിരിക്കണം? ഒലിവ് തൈകളെ പോലെ ആയിരിക്കണം. അഥവാ അവർ ദൈവനാമ മഹത്വത്തിന് വേണ്ടി വളർന്നു വരുന്നവരായിരിക്കണം. മക്കൾ ഒരിക്കലും നമുക്ക് ദുഃഖ കാരണമായി തീരുവാൻ ഇടവരരുത്. അതിനാണ് പത്യോപദേശം ദൈവസഭയില് നമുക്ക് പറയാം. അങ്ങനെയാണ് യഹോവത്തിൽ ആ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. മക്കളെയും മക്കളുടെ മക്കളെയും കാണും. കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് പ്രാർത്ഥനയ്ക്കാൻ കൊണ്ടിരുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് കാര്യം, പ്രത്യേകിച്ച് അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടു, കുടി നഷ്ടപ്പെട്ടു, അതെല്ലാം നോർമൽ ഡേയ്സിലുള്ള സിസ്റ്റം എല്ലാം നഷ്ടപ്പെട്ടു. അതൊക്കെ അവിടെ ചെയ്തോട്ടെ, നോ പ്രോബ്ലം. നമുക്ക് ദിവസങ്ങളിലേക്ക് നമുക്ക് ഒരു നിമിഷം കൂടെ കടന്നു വരാം. ഈ സമയത്ത് ഞാൻ കുഞ്ഞിനെ കയ്യിലെടുത്ത് ചെയ്ത ശുശ്രൂഷയാണ്. പക്ഷെ ഞാൻ ഇതുവരെ കുഞ്ഞിനെ കയ്യിലെടുത്തില്ല. കാരണം നമ്മളെ സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോവിഡിന്റെ 3rd വേവ് കൊണ്ട് വരുന്നതുകൊണ്ട് ഞാൻ അക്കാര്യത്തിൽ അല്പം പിന്നോട്ട് മാറി തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ അല്പസമയം മാത്രമേ കുഞ്ഞിനെ കയ്യിലെടുക്കുന്നുള്ളൂ. കാരണം മറ്റൊരു കാര്യം കൊണ്ടല്ല, ഈ ഒറ്റ വിഷയം കൊണ്ട്. ഐഡിന്റെ ജോമന്റെ ആ കാര്യത്തിൽ പ്രിയപ്പെട്ടവർ അന്ന് എന്നോട് രഹസ്യമായി പറഞ്ഞിരുന്നു, കുഞ്ഞിനെ കൊണ്ടുവരുന്ന സമയത്ത് പരസ്യമായി ലൈവായിട്ടൊന്ന് പറയണേ, കാരണം കുഞ്ഞിനെ എല്ലാവരും ഒന്ന് കയ്യിലെടുക്കരുത്, കാരണം പ്രത്യേകമായിട്ടുള്ള സാഹചര്യം. ഞാനത് ആ കാര്യം ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ്. കുഞ്ഞിനെ നമുക്ക് എടുക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. എനിക്കും കുഞ്ഞിനെ എടുക്കാൻ ആഗ്രഹമുണ്ട്. കാരണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചതാണ്. കുഞ്ഞുങ്ങളൊന്ന് കയ്യിലെടുത്ത് ഒരു സ്തോത്രം പറയാനൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. ദൈവം നൽകിയ വാഗ്ദത്തത്തെയും ആ കുഞ്ഞിനെ ഓർത്ത് നമുക്കൊരു നിമിഷം സ്തോത്രം ചെയ്യാം. എല്ലാവരും കണ്ണുകൾ ദിവസം അടച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദൈവം നൽകിയ ദാനം, അവർ കുഞ്ഞുങ്ങളെ 2 ഭവനങ്ങളിൽ അവർ ഇരുവരും വളർന്നു വന്നു. മാതാപിതാക്കൾക്ക് യോഗ്യമായ നിലയിൽ അവരെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഭാഗ്യം കൊടുത്തു. അവരുടെ പഠന കാര്യങ്ങൾ, അവരുടെ സൺസ്കൂളിന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ എല്ലാവർക്കും ദൈവത്തിന് സാധ്യമുണ്ടായിരുന്നു. 2 ഭവനങ്ങളിൽ അവരുടെ മാതാപിതാക്കൾ അവരെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവർക്ക് വേണ്ടതായിട്ടുള്ള നന്മകൾക്ക് വേണ്ടി ആ സഭയും അവരെ സൺസ്കൂൾ പഠിപ്പിച്ച, അവരെ സ്കൂളുകളിൽ കോളേജുകളിൽ പഠിപ്പിച്ച അധ്യാപകർ ഒക്കെ അവരുടെ നന്മയ്ക്ക് വേണ്ടി അവർ അധ്വാനിച്ചു. അവരറിഞ്ഞും അറിയാതെയൊക്കെ അവരെ ദിവസങ്ങളിൽ അവർ സമർപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാല സമയമായപ്പോൾ ദൈവഹിത പ്രകാരം പ്രിയ വിജോയും ജനുഷയും കർത്താവ് ഒരുമിച്ച് ചേർത്തു. അവർക്ക് വേണ്ടതായിട്ടുള്ള ഒരു കുടുംബജീവിതം കർത്താവ് കൊടുത്തു. അവരുടെ കുടുംബജീവിതത്തിൽ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് തലമുറകൾക്ക് വേണ്ടി നമ്മൾ ദിവസങ്ങളിൽ ആത്മാർത്ഥമായി ദൈവസഭ പ്രാർത്ഥിച്ചു. എനിക്കറിയാം, ഞാൻ ഇവിടെ ദൈവം ശുശ്രൂഷിക്കുമ്പോഴൊക്കെ ദൈവത്തിന് ആത്മാവ് പ്രേരിപ്പിച്ച് 2 തവണ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ തലയിൽ അവർ കൈവച്ച് അവർ ഈ വിഷയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്ത ഓർമ്മ എനിക്കുണ്ട്. തക്ക സമയത്ത് ഒരു കുഞ്ഞിനെ അവർക്ക് ദാനമായി കൊടുത്തു. ഇനിയും അവർ ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവർക്ക് ആ കുഞ്ഞിനെ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി വളർത്തിക്കൊണ്ടുവരാൻ വേണ്ട എല്ലാ നന്മകളും ദൈവികമായ കൃപകളും കർത്താവ് കൊടുക്കുവാൻ ദൈവസഭ ഒരുമിച്ച് വീണ്ടും ഐക്യമത്യതയോടെ ഒരു നിമിഷം സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പണ്ടൊക്കെ നമ്മുടെ മാതാപിതാക്കള് നമ്മളെ വളർത്തിക്കൊണ്ട് വന്നപ്പോൾ ഭവനത്തിൽ 5, 6 അല്ലെങ്കിൽ 8, 10 ഒക്കെ കുഞ്ഞുങ്ങളുള്ളൊരു കാലഘട്ടം. അവരവരുടെ അധ്വാനത്തിനൊക്കെ പോകും. നമ്മളൊക്കെ എങ്ങനെയോ വളർന്നു വന്നെന്ന് ചോദിച്ചാൽ എങ്ങനെ വളർന്നു വന്ന് നമുക്ക് പോലും അറിയത്തില്ല, അവർക്കും അറിയത്തില്ല. എന്നാൽ ഈ കാലഘട്ടം അങ്ങനെയല്ല. ഈ കാലഘട്ടത്തിൽ കുറെ കൂടെ ബുദ്ധിമുട്ടും പ്രയാസവും നിന്ദയും ഒക്കെ ഉള്ളൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിൽ നിലനിർത്തി വളർത്തിക്കൊണ്ടിരുന്നത് ഒരു ശ്രമകരമായ അധ്വാനമാണ്. എന്നാൽ ഈ മാതാപിതാക്കൾക്ക് കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കൃപകളും കർത്താവ് കൊടുക്കട്ടെ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കുഞ്ഞിന്റെ
മുൻപോട്ടുള്ള ഗമനം കർത്താവ് ഒരുപാട് താമസിച്ചാല് ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നത് ഈ വളർത്തുക മാത്രമല്ല, നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, അല്ലെങ്കിൽ ദൈവഹിത പ്രകാരമുള്ള അവളുടെ ജീവിതത്തിന് എന്തൊക്കെ വേണമോ അതെല്ലാം കർത്താവ് കൊടുക്കുവാൻ നമ്മൾ ഓരോ നിമിഷവും അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം, കുഞ്ഞിന് വേണ്ടി സ്തോത്രം ചെയ്യണം. പ്രത്യേകിച്ച് അവരുടെ ഗ്രാൻഡ് പേരൻസിന് വേണ്ടി, അവരുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം സ്തോത്രം ചെയ്യാം. ഇന്ന് ഈ സന്തോഷ ദിവസത്തിൽ അവർ നമ്മോട് ഒരുമിച്ചായിരിക്കുന്നു. അവരുടെ തലമുറയിൽ ഓർത്ത് നമുക്കൊരു നിമിഷം സ്തോത്രം ചെയ്യാം. അവരുടെ തലമുറകൾക്ക് കൊടുത്ത തലമുറകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞിന് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. വന്ന് സംബന്ധിക്കാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരുണ്ട്, നാട്ടുപ്രദേശത്തുള്ളവരുണ്ട്. അവരെല്ലാം ഓർത്ത് നമുക്കൊരു നിമിഷം സ്തോത്രം ചെയ്യാം. ആ സമയത്ത് തന്നെ ഞാൻ ഓർക്കുന്നു, വളരെ ഭാരത്തിലും ദുഃഖത്തിലും ആയിരിക്കുന്ന ഭവനങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ട്. വേർപാട് ദുഃഖം അനുഭവിക്കുന്നവർ, അവരെ ഓർത്തും നമുക്ക് ദൈവസഭയിൽ പ്രാർത്ഥിക്കാം. അവരെ കർത്താവ് സഹായിക്കട്ടെ. അവരുടേതായിട്ടുള്ള ആ ദുഃഖത്തിലും പ്രയാസത്തിലും ഒക്കെ ദൈവസഭ പങ്കുചേർന്നവരാണ്. എന്നാൽ ദൈവം അറിയാതെ നമ്മുടെ ആരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം പ്രകാരം മാത്രം സംഭവിക്കുന്നു. അതെല്ലാം ദൈവരങ്ങളിലിരിക്കുന്നു. ഒത്തിരി ചോദ്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. എന്നാൽ ഇതൊന്നും ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ ഈ സമയത്ത് ഓർമ്മിച്ച് ആ ഭാഗത്ത് നിന്ന് മടങ്ങി വരുന്നു. ഹല്ലേലൂയ. മാതാപിതാക്കളും മറ്റും നമ്മുടെ ബന്ധം എന്ന് പറയുന്നതൊക്കെ നമുക്കറിയാം. അതൊരു സൗഹൃദാന്തരീക്ഷത്തിലുള്ള ആ ബന്ധമായിരിക്കണം മാതാപിതാക്കളും കുഞ്ഞുങ്ങളും നമ്മൾ. ആ ഭാഗം കൂടെ ഞാൻ ആ കാര്യത്തിൽ ഒറ്റ വാക്കിൽ ഓർമ്മിച്ചു പോകാം. ഒരു വാക്കും കൂടെ നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് കുഞ്ഞിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞാൻ ഈ കുഞ്ഞിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ കുഞ്ഞിനെ നിങ്ങൾ ദൈവസഭയില് ബാലശിക്ഷയിലും പത്യോപദേശത്തിലും വളർത്തുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ബാലശിക്ഷയിലും പത്യോപദേശത്തിലും വളർത്തുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നുവോ? തീരുമാനിച്ചിരിക്കുന്നു. ഈ കുഞ്ഞിന് മുമ്പിൽ നിങ്ങൾ ഇരുവരും ദൈവസഭയില് മാന്യതയുള്ളവരായി, മാതൃകയുള്ളവരായി, ദൈവഭക്തിയുള്ളവരായി ജീവിക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുന്നുവോ? തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്ന് വിശ്വസിക്കുവാൻ പ്രായമാകുമ്പോൾ ക്രിസ്തുവിൽ തികഞ്ഞ അനുഭവത്തിലേക്ക് വളർത്തിക്കൊണ്ടിരുവാൻ നിങ്ങൾ തീരുമാനിക്കുന്നുവോ? തീരുമാനിക്കുന്നു. ഈ കുഞ്ഞിനെ ഇപ്പോഴല്ല കൊടുക്കേണ്ടത്, ശരിക്കും പിന്നീടാണ് കൊടുക്കുന്നതെങ്കിൽ പോലും കുഞ്ഞിന്റെ അസ്വസ്ഥത അതുപോലെ തന്നെ സംസാരിക്കുമ്പോണ്ടാകുന്ന പ്രശ്നവും നിമിത്തം കുഞ്ഞിനെ ഇപ്പൊ കൈമാറിയെന്ന് മാത്രമേ ഉള്ളൂ. 3 കാര്യങ്ങൾ ഇവർ ദൈവസഭയിൽ തീരുമാനിച്ചിരിക്കുന്നു. ആ തീരുമാനം ഇവർ പരസ്യമായി പ്രസ്താവിച്ചിരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ഈ കുഞ്ഞിന് വേണ്ടി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും തന്നെ കരങ്ങൾ ദയവായി ഈ കുഞ്ഞുങ്ങൾക്ക് നേരിടുക. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപ, 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 ദൈവകൃപ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ കുഞ്ഞുങ്ങൾ ഇരുവർക്ക് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവകൃപയിൽ ഈ കാലം വരെ വളർത്തിയ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ ആത്മീയവും ഭൗതികവും ശാരീരികവും സാമ്പത്തികവും മാനസികമായ നന്മകൾ കർത്താവ് കൊടുത്തവരെ സഹായിച്ചല്ലോ. ഇന്ന് പുള്ളിക്കാരൻ ഒരുമിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് വിധുപുത്ര പരിസരമായ ദൈവത്തിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഞങ്ങൾ ഈ കുഞ്ഞിന് വേണ്ടി ആത്മാർത്ഥതയോടെ ദൈവസഭയിൽ പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞിനെ കർത്താവ് മാതാപിതാക്കൾക്ക് ദാനമായി കൊടുത്തല്ലോ. അവളുടെ മേൽ ആവശ്യമായിട്ടുള്ള കൃപകൾ കർത്താവ് കൊടുത്ത് ആത്മാവിൽ വളർത്തിക്കൊണ്ടിരുവാൻ തക്കവണ്ണം ഈ മാതാപിതാക്കളെ ഏൽപ്പിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ ദൈവസഭയെ സ്തോത്രം ചെയ്യുന്നു. ഈ കുഞ്ഞിനെ വളർത്തുവാൻ ഈ മാതാപിതാക്കളെ തന്നെ കർത്താവെ നീ കണ്ടതുകൊണ്ട് സ്തോത്രം. ആ മോശക്കുഞ്ഞിനെ വളർത്തുവാൻ ആ മാതാപിതാക്കളെ കണ്ടതുപോലെ ആ മോശക്കുഞ്ഞിനെ അങ്ങനെ വളർത്തി ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ അനേകരെ ആ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരുന്ന മുഖാന്തരമായി ആ മാതാപിതാക്കളെ ഉപയോഗിച്ചതുപോലെ ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരുവാൻ ഈ പ്രിയ റിജോയെയും ജെറുഷയെയും കർത്താവ് ഏൽപ്പിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ഭവനമുള്ള മാതാപിതാക്കളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ ഒരു പ്രാവശ്യം സ്തോത്രം ചെയ്ത് ഞങ്ങൾ ദൈവസഭയിൽ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് കർത്താവേ, ഈ പ്രിയ കുഞ്ഞിനെ ഹല്ലേലൂയ നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം അവളുടെ മേൽ ദൈവത്തിന്റെ ഒരു പ്രത്യേക കൃപ വ്യാപരിപ്പിക്കണമേ. അന്ധകാര ശക്തികൾ അവളെ അടുക്കാതെ വണ്ണം, ദോഷങ്ങൾ അടുക്കാതെ വണ്ണം, ഒരു നോട്ടവും ഹല്ലേലൂയ ദുഷ്ടന്റെ പ്രവൃത്തികളും അവളെ അടുക്കാതെ വണ്ണം അവരുടെ ആത്മാവിലും ശരീരത്തിലും പ്രാണനിലും ഒരു ദൈവികമായ കൃപ വ്യാപരിക്കുന്നതിനായി ഞങ്ങൾ ദൈവസഭയിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ പൈതൽ ഹല്ലേലൂയ റിബേക്ക മറിയം റിജോ എന്ന പേരുള്ള ഈ പൈതൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് മുതൽ ഈ പൈതൽ ഈ നാമത്തിൽ അറിയപ്പെടുന്നതായിരിക്കും. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കുഞ്ഞിനെ പാൽ കൊടുക്കുന്നു ലഭിച്ചത് കുഴപ്പമില്ല. ദൈവസഭയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.